ഹായ്, ദിസ് ഇസ് ഷെമിൻ. ഇന്ന് നമ്മൾ ബാംഗ്ലൂർ അംബിയാസ് ബിൽഡേഴ്സിൻ്റെ എലഗൻസ് എന്ന പ്രൊജക്റ്റിലാണ് വന്നിട്ടുള്ളത്. ഈ പ്രൊജക്റ്റിൽ ടോട്ടൽ 56 ഏക്കറിലാണ് വരുന്നത്. അതിൽ 2 ഫേസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫേസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഓൺലി ഒരു ഒറ്റ യൂണിറ്റ് മാത്രമാണ് അതിൽ ബാക്കിയുള്ളത്. ഇനി സെക്കൻഡ് ഫേസിലായിട്ടുള്ള 200 യൂണിറ്റാണ് വരുന്നത്. അതിൽ കുറച്ച് യൂണിറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഈ ഫസ്റ്റ് ഫേസിനെക്കാട്ടിലും കുറച്ചും കൂടെ ലക്ഷറിയസ് ആയിട്ടാണ് ആ ഒരു ഫേസ് വരുന്നത്. അതിൽ ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 200 യൂണിറ്റ്സ് ആണ്. ഈ ഒരു ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ ക്ലബ് ഹൗസിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. വളരെ ലക്ഷറിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലബ് ഹൗസാണ്. ഇതിൽ ഒളിമ്പിക് സൈസിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതുകൂടാതെ ഒരു നോർമൽ സൈസിലുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതുപോലെ തന്നെ കുറേ അധികം ലക്ഷറി അമ്യൂണിറ്റീസ് ഈ ഒരു ക്ലബ് ഹൗസിൽ വരുന്നുണ്ട്. ക്ലബ് ഹൗസിൻ്റെ ഉള്ളിൽ ഒരു ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ ഇതിൻ്റെ ലോഞ്ചും എൻട്രൻസ് ലോബിയും എല്ലാം നമുക്ക് കാണിച്ചു തരാം. കൂടാതെ ഇതിൽ വരുന്ന ബാക്കി അമ്യൂണിറ്റീസിൻ്റെയൊക്കെ ഒരു വിഷ്വൽസ് ഞാൻ പ്ലേ ചെയ്യാം ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാവും. ഇതൊന്നും കൂടാതെ ഈ ഒരു പ്രൊജക്റ്റിൽ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലൊരു സാമ്പിൾ വില്ല കംപ്ലീറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടൂറ് കാണിക്കാം. കൂടാതെ ഇതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ സൈറ്റും അതുപോലെ തന്നെ ഒരു 70% കംപ്ലീറ്റ് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു വിഷ്വൽസ് ഞാൻ ഇതിൻ്റെ പുറകെ കാണിക്കുന്നതാണ്. ഇതാണ് ഈ ക്ലബ് ഹൗസിൻ്റെ ഒരു ലക്ഷറിയസ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ലോബിയാണ്. ഇത് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. പിന്നെ കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സും നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണിത്. അതിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്നത്. ഇതിൽ 2 സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. ഒന്ന് നോർമൽ സ്വിമ്മിംഗ് പൂളും ഒന്ന് ഒളിമ്പിക് സൈസിലുള്ള സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് കിഡ്സിൻ്റെ പൂള് വരുന്നുണ്ട്. ലാബ് പൂള് കൂടാതെ ഒരു നോർമൽ പൂളും ഉണ്ട്, അഡൾട്ട്സിൻ്റെ പൂളും ഉണ്ട്, കൂടാതെ കിഡ്സ് പൂള് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റുപാട് മുഴുവൻ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏരിയയിൽ ഒരു പൂൾ ഡെക്ക് വരുന്നുണ്ട്. ക്ലബ് ഹൗസിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട്. ഒരു വലിയ കിഡ്സ് പ്ലേ ഏരിയയാണ് വരുന്നത്. കുറേ അധികം നടക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്, ഗാർഡൻസ് ഉണ്ട്. ഈ ക്ലബ് ഹൗസ് ടോട്ടല് 3 ഫ്ലോറിൽ 75,000 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിൽ ജിമ്മും ബാഡ്മിൻ്റൺ കോർട്ട്, ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട്. നോർമൽ മിനി പാർട്ടി ഹാൾ കൂടാതെ ഇതിൻ്റെ മുകളിൽ 2 പാർട്ടി ഹാൾസ് വരുന്നുണ്ട്. ഓപ്പൺ ടെറസ് ആയിട്ടുള്ള 2 പാർട്ടി ഹാൾസ് വരുന്നുണ്ട്. ഈ കാണുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്തിട്ടുള്ള ജോഗിങ് ട്രാക്കാണ്. 4 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ജോഗിങ് ട്രാക്കാണ്. അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ നല്ല ഗ്രീനായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഒരു ജോഗിങ് ട്രാക്കാണ്. ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ നല്ല കാമായിട്ട് നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ജോഗിങ് ട്രാക്കിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ആ സാമ്പിൾ ഫ്ലാറ്റ് ഉള്ളത്. ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സാമ്പിൾ ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഇതിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. 3,300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 BHK പ്ലസ് മീഡിയ റൂം വരുന്ന ഒരു സാമ്പിൾ ഫ്ലാറ്റ് ആണ് ഇത്. അവരെ ഫസ്റ്റ് ഫേസിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ ലക്ഷറി ആയിട്ടാണ് നെക്സ്റ്റ് ഫേസിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വില്ലയുടെ ഹോം ടൂർ, അപ്പോൾ ഈ ഒരു സാമ്പിൾ വില്ലയുടെ ഹോം ടൂർ ഇപ്പോൾ കാണിച്ചു തരാം. അതിലെങ്ങനെയൊക്കെയാണ് അവർ എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഉള്ളിൽ കയറിയിട്ട് കാണാം. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ജോഗിങ് ട്രാക്ക് വരുന്നത്. ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് ഈ സാമ്പിൾ വില്ല വരുന്നത്. അതിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. അതിൻ്റെ ഈ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് 2 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോർച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പോർച്ചിലൂടെ നമുക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും. കൂടാതെ ഈ വഴിയും എൻ്റർ ചെയ്യാൻ പറ്റും. കോമൺ ഏരിയ മൊത്തം ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ലോങ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. അതിൽ നിന്ന് നേരെ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ലിവിങ് ഏരിയ ഇത് ഫസ്റ്റ് ഫേസ് ആണ്. ഫസ്റ്റ് ഫേസിലുള്ള സാമ്പിൾ വില്ലയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. സെക്കൻഡ് ഫേസിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരിക. സെക്കൻഡ് ഫേസിൽ ലിവിങ് ഏരിയ മുഴുവൻ ഡബിൾ ഹൈറ്റാണ് വരുന്നത്. കൂടാതെ വിൻഡോസൊക്കെ ഫുൾ ഹൈറ്റ് വിൻഡോസാണ് വരുന്നത്. ഈ സൈഡിലാണെങ്കിലും സെക്കൻഡ് ഫേസിൽ വരുമ്പോൾ ഫുൾ ഹൈറ്റ് വിൻഡോസാണ് വരുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഫേസിൽ ഫസ്റ്റ് ഫേസിൻ്റെ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു വില്ല പ്രൊജക്റ്റാണ് സെക്കൻഡ് ഫേസായി വരുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ പ്രീമിയം ആയിട്ടാണ് ചെയ്യുന്നത്. ഡബിൾ ഹൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാൽക്കണിയുടെ കാര്യങ്ങളാണെങ്കിലും ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ, ഇപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ ഇല്ല. പക്ഷേ സെക്കൻഡ് ഫേസിൽ ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ ഉണ്ട്. അതൊരു മാറ്റമാണ്. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ബാൽക്കണീസ്, ഡബിൾ ഹൈറ്റുകൾ, അങ്ങനെ കുറച്ച് മാറ്റങ്ങളാണ് സെക്കൻഡ് ഫേസിൽ വരുന്നത്. ഇതൊരു ലിവിങ് ഏരിയ എന്ന് പറഞ്ഞല്ലോ, ഇത് ഫോർമൽ ലിവിങ് ഏരിയയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ TV യൂണിറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്. അവിടെ നിന്നൊരു പാറ്റിയോ പോലെ ഒരു സ്പേസ് വരുന്നുണ്ട്. അവിടെ ഒരു വിൻഡോ ഓപ്പണബിൾ ഡോറ് വരുന്നുണ്ട്, സ്ലൈഡിങ് ഡോറ് വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡൈനിങ് ഏരിയ വരുന്നത്.
അത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. അവിടെ ഒരു ഐലൻഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. വർക്ക് ഏരിയയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബാക്ക് യാർഡ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു ബാക്ക് യാർഡ് ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ഇത്രയും സ്പേസുള്ളൊരു ബാക്ക് യാർഡ്. ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് ഒരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ടോയ്ലറ്റ്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഡൈനിങ് ഏരിയൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. സെക്കൻഡ് ഫേസിൻ്റെ പ്ലാന് മാറ്റുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫേസിൻ്റെ കാര്യമാണ് പറയുന്നത്. ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാണ്. ഈ ഭാഗത്തായിട്ട് ഒരു ആൽക്കോവ് വരുന്നുണ്ട്. ഈ ആൽക്കോവ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പൂജാ റൂമോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോർ റൂമോ അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആൽക്കോവ് ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതാണ് ബെഡ്റൂം. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ചെയർ നേരെ കയറി വരുന്ന ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാലും ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം സൈസുള്ള ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബെഡ്റൂം. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്. ടോയ്ലറ്റ് നോക്കിക്കഴിഞ്ഞാലും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷന് വേണ്ടി ലെവൽ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റിലാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇത്രയും ഫർണിച്ചേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ, ഒരു ടേബിൾ ഉണ്ട്, ഇത്രയും സോഫ സെറ്റും ടീപ്പോയി, ഈ ബെഡ് കോട്ട് ഇതെല്ലാം കൊടുത്തിട്ടും കുറേ ഏരിയ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അത്രയും വലിയൊരു ബെഡ്റൂമാണ്. അതുകൂടാതെ വാക്കിൻ ക്ലോസറ്റ് വരുന്നുണ്ട്. ഇത്രയും വലിയ ഒരു വാക്കിൻ ക്ലോസറ്റ് വരുന്നുണ്ട്. ഇവിടെ ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് നോക്കിക്കഴിഞ്ഞാലും നല്ല സൈസ് ഉണ്ട്. എല്ലാ മാസ്റ്റർ ബെഡ്റൂമുകളിലും ഇതേപോലെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷന് വേണ്ടി ലെവൽ ഡിഫറൻസും കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞാൽ അപ്പർ ലിവിങ്ങിൽ നിന്ന് അടുത്തൊരു ബെഡ്റൂമിലേക്കാണ് എൻട്രി ഉള്ളത്. ഇത് കിഡ്സ് ബെഡ്റൂമാണ്. ഇവിടെ റീഡിങ് ടേബിളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും സ്പേസ് ഉണ്ട്. 2 സിംഗിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു വാക്കിൻ ക്ലോസറ്റ് വരുന്നുണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. സെക്കൻഡ് ഫേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനപേക്ഷിച്ച് എക്സ്ട്രാ ബാൽക്കണി വരുന്നുണ്ട്. കൂടാതെ ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട്. ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ വരുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ സെക്കൻഡ് ഫേസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടി പ്രീമിയം ഫീൽ നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓൾമോസ്റ്റ് ഒരു 70% കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് മൊത്തത്തിൽ നല്ല ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വർക്കും ഫുള്ള് സൈറ്റിൽ വർക്കേഴ്സും അതുപോലെ മെറ്റീരിയൽസൊക്കെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽ പറയാനുള്ളത്. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബൈ.